അപ്പോൾ ലക്ഷ്യതയെ മാതള നാരങ്ങ എനിക്ക് അടർത്തി തന്നുകൊണ്ടിരിക്കുക. അവൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട്. 2 ദിവസമായിട്ട് ക്ലാസ്സിൽ പോയിട്ട് പല്ലുവേദനയായിട്ട് ഇന്നലെയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. ഡോക്ടറിൻ്റെ അടുത്തൊക്കെ പോയി വന്നു. ഇന്ന് അവളെ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെയൊക്കെ ഭക്ഷണം കഴിക്കലൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട കൂന്തൽ ചെയ്തിട്ട് മേടിച്ചുകൊണ്ട് വന്നു. ഇത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ചോറൊക്കെ അവൾ കഴിക്കും കേട്ടോ. അപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ തന്നെ ഒരു 11 മണിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വേഗം ശരിയാക്കി പണിയൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിരിക്കുക. ലക്ഷ്യന് ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 2 ദിവസമായിട്ട് ഞാനും ഭയങ്കര ടയേർഡാണ് കേട്ടോ. വേഗം ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഞാനിങ്ങനെ നടുക്ക് അങ്ങോട്ട് മുറിച്ചിട്ട് അങ്ങോട്ട് വെട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. എനിക്ക് അതാ ഇഷ്ടം. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തേക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കളയാലോ എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ അതിൻ്റെ കണ്ണൊക്കെ ഞാൻ എടുത്ത് കളയും കേട്ടോ. എനിക്ക് ഇഷ്ടമല്ല അതൊക്കെ. ചിലർ അതെല്ലാം എടുക്കും തോന്നുന്നുണ്ട്. ഞാനതെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഇവിടെ ചെയ്തുകൊണ്ട് അമ്മയൊക്കെ ഇങ്ങനെ കുക്കറിലിട്ടാണ് കേട്ടോ അത് അടിച്ചുണ്ടാക്കുക. നമ്മൾ ബീഫൊക്കെ ഉണ്ടാക്കണ പോലെ അത്രയും വേവ് ഉണ്ടെന്നാണ് പറയുക. പക്ഷേ യൂട്യൂബിൽ ഒത്തിരി വീഡിയോ ഉണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞ ചെമ്മീൻ്റെ അത്ര വേവുള്ളൂ, നമ്മൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ലെന്ന്. അപ്പോൾ ഞാൻ അതുപോലെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. മാതള നാരങ്ങയൊക്കെ വെച്ചു ശരിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പാവ അവൾക്ക് വേഗം ജ്യൂസ് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ജ്യൂസൊക്കെ കുടിക്കുകയാണെങ്കിൽ വയറൊന്നും നിറഞ്ഞിരിക്കില്ല. ഷെയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പനി ഉള്ളതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഉണ്ടാക്കി കൊടുക്കാത്തത്. അപ്പോൾ തണുക്കാത്ത രീതിയിലാണ് കേട്ടോ ജ്യൂസൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അവൾ അങ്ങനെ മിണ്ടാതിരുന്നോളൂല്ലോ. പിന്നെ അവളുടെ കാര്യം നോക്കി എന്തെങ്കിലും ക്രാഫ്റ്റൊക്കെ ചെയ്ത് അങ്ങനെ നടന്നോളൂ. അപ്പോൾ ഇതേ നമ്മുടെ ചോറായിട്ടുണ്ട്. ഞാൻ കുക്കറിലാണ് കേട്ടോ ചോറൊക്കെ വെക്കാറ്. സുരേഖയാണ് കേട്ടോ നമ്മൾ മേടിക്കാം. അപ്പോൾ ഞാൻ വേഗം കൂന്തൽ അടുപ്പത്ത് ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു, ഇഞ്ചി പച്ചമുളക് സവാള എല്ലാം എടുത്തിട്ട് അങ്ങനെ അത് ഒരുവിധം ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് സേതു എണ്ണ അലിബാബ റൈസാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ എല്ലാ മസാലകളൊക്കെ ചേർത്ത് അവിടെ ഇളക്കി സിമ്മിലിട്ട് വെച്ചേക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് അച്ചിങ്ങയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് സേതുടെ മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ വെണ്ടയ്ക്ക ബീൻസ് അച്ചിങ്ങ. അപ്പോൾ ഞാൻ അച്ചിങ്ങ അങ്ങോട്ട് നുറുക്കി എടുത്തു കേട്ടോ. നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എണ്ണ ഒഴിച്ചു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. അപ്പോൾ തന്നെ നമ്മുടെ ഈ അച്ചിങ്ങ അതിലേക്ക് ഇട്ട് കുറച്ചൊന്ന് മൂടി വെച്ചതിന് ശേഷം ഒന്ന് തുറന്നതിന് സവാളയും വെളുത്തുള്ളി ഇടുക. സേതുണ്ട് മുളക് പൊടി ഇഷ്ടമല്ലാതാണ് കുരുമുളക് പൊടി ഇട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടായിരുന്നത്. നന്നായിട്ട് മുരിച്ചെടുത്ത് തന്ന അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു കോഴീനെ കാണിച്ചു തരാട്ടെ. എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ.